ഇങ്ങനൊക്കെ പറയുമ്പോ കരയുവായിരുന്നു. സത്യം പറയാ നമ്മള് അനുഭവിക്കാനുള്ളൊക്കെ അനുഭവിച്ചെന്ന് പറയാം. വന്ന് ഇന്നലെ രാത്രി ഇവിടെ വന്ന് അഡ്മിറ്റായി. നമ്മളെ കഴിഞ്ഞ കാർ വീഡിയോയിൽ നമ്മൾ പറഞ്ഞില്ലായിരുന്നു അമ്പൂട്ടിന് എന്തോ ഒരു കാർ ഡെലിവറി വീഡിയോയിൽ പറഞ്ഞായിരുന്നു അമ്പൂട്ടിന് ഭയങ്കര നിർബന്ധം. ആ വീഡിയോയിൽ അമ്പു ചിരിക്കുന്നതേ ഇല്ല, നിങ്ങൾ ചെക്ക് ചെയ്താൽ മതി. നമ്മൾ വിചാരിച്ചവന് പനിയാകുമ്പോൾ എല്ലാ കുഞ്ഞുങ്ങൾക്കും അങ്ങനെ ആണല്ലോ. നമ്മൾ അതിന് മുമ്പ് വാക്സിൻ പോയി എടുത്തായിരുന്നു. അപ്പം വാക്സിൻ എടുത്തു കഴിഞ്ഞപ്പോൾ അവിടെ കുറേ പിള്ളേരൊക്കെ ഉണ്ടായിരുന്നു. അപ്പം അവിടെ പോയപ്പോൾ പനി ആയതായിരിക്കും എന്നാണ് നമ്മൾ ഡോക്ടറും പറഞ്ഞത്. അപ്പോൾ ഇന്നാണ് കേട്ടോ എൻ്റെ കുഞ്ഞൊന്ന് ചിരിച്ചു കാണുന്നത്. എനിക്ക് അതിന്റെ സന്തോഷത്തിലാണ് ഞാൻ രാവിലെ വീഡിയോ എടുക്കുന്നത്. ഞാൻ വീഡിയോ എടുക്കണ്ടെന്ന് വിചാരിച്ചിരുന്നത്. അപ്പൊ രാവിലെ ഞാൻ എണീറ്റപ്പോഴും അച്ഛ ഭയങ്കര ഹാപ്പി. ഇന്നത് ഒരു 5 ദിവസത്തേക്ക് ശേഷമാണ് അമ്പു ഇങ്ങനെ ചിരിച്ച് ഞാൻ കാണുന്നത്. എടുത്തു കൈ ട്രിപ്പ് ഇട്ടേക്കുക. അപ്പം എല്ലാവർക്കും ഒരു വിഷമം കാണും അമ്പുവിന്റെ കയ്യിലൊക്കെ ഇങ്ങനെ ചെയ്താണ്. അപ്പൊ ഇന്നലെ കാർ ഡെലിവറി കഴിഞ്ഞ് വന്നിട്ടും കൂടെ കുഞ്ഞ് ഓക്കെ ആവും, കൂടെ പിന്നെ അവൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അല്ലേ. വന്നു മരുന്നെടുക്കാൻ വന്നു കേട്ടോ അമ്പൂന്. എന്റെ പപ്പം മുടുപോവും. ഇവരെ കാണുമ്പോ കരയും കേട്ടോ. മാസ്ക് ഒക്കെ ഇട്ട് ആ യൂണിഫോം കാണുമ്പോ കരയും. ആ മാസ്ക് കാണുമ്പോഴേ അവന് ആന്റിമാരാണാ ഒന്നും ചെയ്യൂല. നീ ചിരിച്ച് കണ്ടിട്ടില്ലല്ലോ ആരും. ഇത്ര നേരം ചിരിക്കും. അതുപോലെ ഇന്നലെ ഞങ്ങളെ കുത്തി, അതുകൊണ്ട് ഞങ്ങള് കരയും. നമ്മള് ഫസ്റ്റ് ടൈം പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ അമ്പൂനെ കൊണ്ട് വരുന്നത് അല്ലേ. ആദ്യമായിട്ട് അഡ്മിറ്റ് ആവുന്ന ഒരു അസുഖമായിട്ട്. പിന്നൊരു കാര്യമുണ്ട്, അച്ഛൻ ഉണ്ടായിരുന്നുണ്ടെങ്കിൽ SHലെ പുറത്തുള്ളായിരുന്നു. അത് വേറെ കാര്യം. കൂട്ടായ അതുകൊണ്ട് ഞാൻ ഒറ്റയ്ക്ക് ഉള്ളത് കൊണ്ടും ഞാനല്ലെങ്കിൽ അമ്മയും ഞാനും കൂടി ചിലപ്പോൾ അഡ്മിറ്റ് ആവേണ്ടി വരും. SHൽ കിടന്ന് ഓടിയേ പുറത്തിടന്ന് ഓടും കൊതുകോടിയും കൊണ്ട്. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ വന്നത്. ആദ്യം നമ്മള് ഗവൺമെന്റ് ഹോസ്പിറ്റലിലാണ് പോയത്, അണ്ടൂർക്കോടത്ത്. അവിടെ പോയപ്പോ അപ്പോഴേ പക്ഷെ മൃദുല പറഞ്ഞു എന്തോ പനി സാധാരണ ഒരു ബുദ്ധിമുട്ടല്ല, പനി അല്ല, അവനെന്തോ ഒരു ബുദ്ധിമുട്ടുണ്ട് എന്നിങ്ങനെ പറഞ്ഞു. കിടക്കനും മാറാതെ നിൽക്കുക. ഓരോ ദിവസം കഴിയുന്തോറും അവനിങ്ങനെ ചൂട് കൂടി വരും. അപ്പൊ നമ്മള് കഴക്കൂട്ടം ബിജോയ് എന്ന് പറഞ്ഞൊരു ഡോക്ടറിനെ കാണിച്ചോണ്ടിരിക്കുക കേട്ടോ. അവനെ അന്ന് തൊട്ട് നമ്മൾ ആ ഡോക്ടറിന്റെ അടുത്ത് കാണിക്കുന്നത്. അത് ഹോസ്പിറ്റലല്ല, ഇരിക്കുന്ന ക്ലിനിക്കിലാണ്. വൈകിട്ട് പോയി കാണിക്കും. അപ്പം അവിടെ പോയി കാണിച്ചപ്പം ഡോക്ടർ പറഞ്ഞു 3 ദിവസം പനി കുറവില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ബ്ലഡ് ടെസ്റ്റ് ചെയ്യണം. 3 ദിവസം കഴിഞ്ഞിട്ടും ഇതേ കണക്ക് പനി നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ വരാൻ പറഞ്ഞു. ആ 3 ദിവസം എന്ന് പറയുന്നത് അമ്പ് ഉറങ്ങിയിട്ടില്ല. കരച്ചില് അങ്ങനെ 3 ദിവസം ആയില്ല. 2 ദിവസം കഴിഞ്ഞപ്പോഴേ നമ്മൾ പോയി പനി കുറവില്ല എന്ന് പറഞ്ഞ് ഇന്നലെ ബ്ലഡ് ടെസ്റ്റ് ചെയ്തു. അപ്പോൾ അതിനകത്ത് കൗണ്ട് കൂടുതൽ. അപ്പം നമ്മൾ ചെക്ക് ചെയ്തപ്പോൾ ചെറിയ രീതിയിലുള്ള ഇൻഫെക്ഷൻ കൊണ്ട് ഇന്നലെ രാത്രി വന്ന് നമ്മൾ അഡ്മിറ്റായി. 8:30 കുത്താ എൻ്റെ കൊച്ചിനെ കുത്തിയെന്ന് വെച്ചിട്ട് അറിഞ്ഞൂടാ. നമുക്ക് സഹിക്കത്തില്ലേ. നമുക്ക് എന്ത് വന്നാലും കുഴപ്പമില്ല, നമ്മളെ കുഞ്ഞുങ്ങൾക്ക് എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ നമുക്ക്. ഇന്നലെ ഞാൻ ഇങ്ങനെ ഒരുമാതിരി പാതി ആയ പോലെ ഇരിക്കുവായിരുന്നു. എനിക്ക് എന്തോ പിന്നെ ഞാൻ ഇന്ന് ഒരു ഷോർട്സ് ഇട്ടപ്പം കുറെ കമന്റ്സ് വന്നായിരുന്നു. നമ്മള് മുംബൈയിലൊക്കെ പോയോണ്ടായ കുഞ്ഞിനെ കൊണ്ട് യാത്ര ചെയ്തോണ്ടാ ഇങ്ങനെ പനിയൊക്കെ വരുന്നേന്ന്. പൊന്മുടി പോയിട്ടും പനി വന്നില്ല, മുംബൈ പോയിട്ടും വന്നില്ല, അവന് വാക്സിൻ എടുത്തിട്ടും പനി വന്നില്ല. അത് കഴിഞ്ഞ് പെട്ടെന്നൊരു ദിവസം, അതായത് നമ്മൾ മുംബൈ പോയി ഏതാണ്ട് ഒരാഴ്ച കഴിഞ്ഞിട്ടാണ് അമ്പൂട്ടിന്റെ പനിയായത്. അതായത് വാക്സിനൊക്കെ എടുത്ത് സത്യം പറഞ്ഞ ആശുപത്രി പോയപ്പം ആശുപത്രിയിൽ നിന്ന് വന്നതാണ്. നമ്മൾ മാക്സിമം ആശുപത്രി പോകുമ്പോൾ കുഞ്ഞിനെ മാസ്ക് ഇടാൻ പറ്റത്തില്ല. മാക്സിമം നമ്മളൊന്ന് ശ്രദ്ധിച്ച് കോണ്ടാക്ട്സ് ഒക്കെ ഒന്ന് മറ്റു കുഞ്ഞുങ്ങളുമായിട്ടൊക്കെ ഒന്ന് മാറി നിൽക്കണം. കാരണം പല അസുഖവും പല പരികളുമായിട്ട് വരുന്നതാണ്. അപ്പോൾ നമ്മളൊന്ന് കെയർ ചെയ്യണം. അപ്പോൾ ആശുപത്രിയിൽ നിന്ന് വന്ന പനിയാണ് അപ്പോൾ. നമ്മൾ വേറെ എങ്ങും പോയിട്ടില്ല, മാരേജ് ഫംഗ്ഷനോ വേറെ ക്രൗഡായിട്ടുള്ള സ്ഥലത്തൊന്നും പോയിട്ടില്ല. മുംബൈ പോയതിനു ശേഷം വീട്ടിൽ തന്നെ ആയിരുന്നു. അങ്ങനെ ഇന്ന് രാവിലെയാണ് ഇച്ചിരി ചിരിച്ചു കാണുന്നത്. ഇപ്പം നേഴ്സിനെ നേഴ്സ് പോലെ കണ്ടുകൂടാ, കണ്ണീരേരെ കണ്ടാവും അപ്പം കരയും.
പ്രത്യേകിച്ച് മാസ്ക് ഇട്ടേക്കും. ഇനി ഷീറ്റ് ഒക്കെ ഒന്ന് മാറ്റാൻ ആള് വരും. കുഞ്ഞിന് ഒന്ന് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്യണം. ഡോക്ടർ കുറച്ചുകൂടെ കഴിയുമ്പോ വരും. ഇത് മറ്റേ ആന്റിബയോട്ടിക് അല്ലേ? ആന്റിബയോട്ടിക് അല്ല, അത് ഇന്നലെ രാത്രി തന്നെ ഇത് ഫ്ലൂയിഡാ. കുഞ്ഞിന് ക്ഷീണം കാണുമല്ലോ. ഇനിയിപ്പോ എന്തായാലും അവര് ഈ ഒരു ഇൻഫെക്ഷന്റെ ഒക്കെ നോക്കി അവർ 5 ദിവസം പറയുന്നത്. അപ്പൊ അതിനകത്ത് ഒരു ടെസ്റ്റ് ഉണ്ട്. ആ ടെസ്റ്റ് 3 ദിവസം കഴിയുമ്പോഴേ എന്റെ റിസൾട്ട് കിട്ടത്തുള്ളൂ. അപ്പൊ അതൊക്കെ കഴിഞ്ഞ് എല്ലാം റെഡി ആവുമ്പോ പോവാം. അതുവരെ ഇവിടെ ആയിരിക്കും. അപ്പോ ഇതാണ് നമ്മുടെ റൂം. ഇനി നമ്മൾ നല്ല അടിപൊളി കുച്ചായിട്ട് നമ്മൾ ഇവിടുന്ന് പുറത്ത് പോകത്തുള്ളൂ. ഇല്ലാകുമ്പോ അടിപൊളി റൂമാട്ടോ. TV ഇവിടെ ഒരു നമുക്ക് കിടക്കുന്ന ഞാനിവിടെ കിടക്കും. പിന്നെ നല്ലൊരു ബാൽക്കണി അല്ല, നല്ലൊരു വിൻഡോ ഇവിടെയുണ്ട് നല്ല വിൻഡോ. പിന്നെ ഗൈസ് ഇത് ഒരു വാഷ് ബേസിൻ, നല്ല അടിപൊളി ഒരു ബാത്റൂം പ്ലസ് ഷവർ ഏരിയ. നമുക്ക് പിന്നെ ഇതൊന്നും വേണ്ട, എങ്ങനെയാലും അവന് മാറിയങ്ങ് പോയാൽ മതി. സത്യം. പിന്നെ ഇവിടെ നല്ല ഏരിയ ഉണ്ട് കേട്ടോ. ഇവിടെ നമുക്ക് ഗസ്റ്റ് ഒക്കെ വന്നു കഴിഞ്ഞാൽ ഇരിക്കാനുള്ള ഏരിയ. ഗസ്റ്റ് ഒന്നും ഇല്ല, എന്നാലും ഇരിക്കാനുള്ള ഏരിയ, സോഫയും കാര്യങ്ങളൊക്കെ. ഇവിടെ നിന്ന് ഫുഡൊക്കെ കഴിക്കാം. പിന്നെ ഇവിടെ ചെറിയൊരു മിനി ഫ്രിഡ്ജൊക്കെ ഉണ്ട്. ലുക്ക് അറ്റ് ദാറ്റ്. ഒരു ചെറിയ ഫ്രിഡ്ജൊക്കെ ഉണ്ട്. നമുക്ക് ഞാൻ ഇവിടുന്ന് എഡിറ്റിംഗ് തുടങ്ങണം. എഡിറ്റ് ചെയ്തില്ല ഇതിലായിട്ട്. അപ്പോൾ ഇതാണ് റൂമിലെ വിശേഷങ്ങൾ. ഇനി എന്താണ് എൻ്റെ വിശേഷം? ഇനി എന്തോ ട്രീറ്റ്മെന്റ്, ഇനി എന്തോ പ്രൊസീജിയർ, ഇനി എന്തോ ആന്റിബയോട്ടിക് ഉണ്ട് എടുക്കും. പിന്നെ കുഞ്ഞിന് 6 മണിക്കൂർ ഇടവിട്ട് പാരസെറ്റമോൾ കൊടുക്കുന്നുണ്ട്. ഇന്നലെ എപ്പോ ഇട്ടേന്നറിയോ? 2 മണിക്ക് അങ്ങനെ കിട്ടേ രാത്രി. ഗായ്സ്, ഇപ്പോൾ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് എത്തിയിട്ടുണ്ട് സുഹൃത്തുക്കളെ. ഇന്ന് ഇഡലിയൊക്കെ കഴിഞ്ഞ കേട്ടോ. ബ്രെഡ് ഓംപ്ലേറ്റാ. ഇത് മതി, വയറ് വെക്കും. ഒരെണ്ണം നല്ല അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റി ഉണ്ട്. പല്ല് തേച്ചില്ല താങ്കൾ? അതിന് അവൻ നിന്റെ മോൻ ആരെയും കൈ വരണ്ടേ? ബ്രെഡ് ഓംപ്ലേറ്റ് നല്ല അത്യാവശ്യം ക്വാണ്ടിറ്റി ഉണ്ടല്ലേ? 4 2 ബ്രെഡേ ഉള്ളൂ. ആന്റിബയോട്ടിക് എടുക്കുന്നുണ്ട്. അവനും ഇച്ചിരി ആക്റ്റീവായി വരുന്നുണ്ട്. പിന്നെ എപ്പോഴായാലും അവരെ അവനെ നോവിക്കാനാ വരുന്നേന്നുള്ളൊരു ചിന്തയാണ്. അവനറിയാം, അവൻ നോവിച്ചല്ലോ. ഇഞ്ചക്ഷൻ എടുത്ത് നമ്മൾ ഇന്നലെ കുറെ ഫ്രൂട്ട്സ് ഒക്കെ കൊണ്ടുവന്നു. എല്ലാം ബനാന എല്ലാം കറുത്തു, പഴമെല്ലാം കറുത്തു പോയില്ലേ? അത് ഇത് കവറിൽ തന്നെ അമുങ്ങിയിരുന്നു. ഉള്ളതുകൊണ്ട് എന്നിട്ട് കയറ്റി വെക്കുക കേട്ടോ. ഓറഞ്ച്, ആപ്പിള്, പപ്പായ, തണ്ണിമത്തൻ എല്ലാം. എന്തായാലും 4-5 ദിവസം എടുക്കും. എന്തോ ക്ലച്ചർ എന്തോ സാധനം, കൾച്ചർ കിട്ടാൻ വേണ്ടി 3 ദിവസം എടുക്കും അല്ലേ? അപ്പോഴേ അറിയൂ ഏത് ബാക്ടീരിയ എന്താണ് ഇൻഫെക്ഷന്റെ ബാക്ടീരിയ ഏതാന്ന്. ഇൻഫെക്ഷൻ ഉണ്ട്, ബാക്ടീരിയ ഉണ്ടെന്നേ അറിയുള്ളൂ. ഇപ്പൊ കൊടുക്കുന്ന ആന്റിബയോട്ടിക് നോർമലി ഒരു ഓർഗാനിസത്തിന് അത് സ്പെസിഫിക് ആയിട്ടില്ല. ഈക്കോളി ആണെന്നുള്ള വിചാരത്തിലാണ് നമ്മൾ കൊടുക്കുന്നത്. ഇനി കൾച്ചർ വരുമ്പോഴേ ഈക്കോളി അല്ല, വേറെ എന്തെങ്കിലും പുതുതായിട്ട് എന്തെങ്കിലും ബാക്ടീരിയ ഉണ്ടോ, ഓർഗാനിസം ഉണ്ടോ എന്ന് അറിയും. എന്നിട്ട് അതിനെ കൊല്ലാൻ വേറെ ആന്റിബയോട്ടിക് ഉപയോഗിക്കത്തുള്ളൂ. ഇവിടെ നിന്നിട്ട് എനിക്ക് ഇരിപ്പുറക്കുന്നില്ലേ? അമ്മ TV കണ്ടോണ്ടിരിക്കുമ്പോ ചുമ്മാ ഇരിക്കാതെ നമ്മളിങ്ങനെ ഹോസ്പിറ്റലിലാന്നുള്ളൊരു ഫീല് വേണ്ട. ഇപ്പൊ കുഞ്ഞുമൊക്കെയാണ്, വേറെ കുഴപ്പമൊന്നുമില്ല. നമ്മളിങ്ങനെ ഇന്നലത്തെ 4-5 ദിവസമായിട്ട് നമ്മളിങ്ങനെ വളരെ ഡൗൺ ആയിരുന്നു. എന്ത് പറയാ, ഈ അമ്പുവിന്റെ ചിരിക്ക് ഇത്രയും വാല്യൂ ഉണ്ടെന്ന് എനിക്ക് ഇപ്പോഴും മനസ്സിലായത്. ചിരിച്ച് കാണാൻ കൊതിക്കും. അവൻ ചിരിച്ചിട്ട് ഇന്നാണെന്ന് ചിരിച്ച് കാണുന്ന രാവിലെ ഇപ്പോഴാണെന്ന് ജീവൻ വീണത്. നമ്മുടെ ജീവൻ നീയല്ലേ, എനിക്ക് നീയല്ലേ ഉള്ളൂ, വേടാടാ ഉള്ളേ നീയും. ഇന്നലെ റിസൾട്ട് ലാബിൽ നിന്ന് അവർ റിസൾട്ട് തന്ന് കയ്യിൽ എല്ലാം കൂടുതലാന്ന് പറഞ്ഞപ്പോ തൊട്ട് അയ്യോ ഇങ്ങനെ എന്റെ വല്ലാതെ എന്റെ ഒരു ഉയരങ്ങ് മേലോട്ട് പോയി. ഡോക്ടർ വേറെ ഒന്നും പറഞ്ഞത് ഞാൻ കേട്ടില്ല, റിസ്ക് എന്ന് പറഞ്ഞത് മാത്രമേ ഞാൻ കേട്ടുള്ളൂ. നമുക്ക് കാര്യം പറയാം. എന്റെ കുട്ടി വിശേഷം നമ്മൾ ചെടിയായിട്ട് ആക്റ്റീവൊക്കെ ആയിട്ട് തുടങ്ങി. എന്റെ ഉമ്മയമ്മ നമ്മൾ ഉരുട്ടി കളിക്കുകയാണ്. നമുക്ക് കട്ടിലിരുന്നിരുന്ന് ബോറടിച്ച് ഞാനൊന്ന് കുളിച്ച് ക്ഷീണം, ഭയങ്കര ക്ഷീണമില്ല. ഇന്നലെ കരഞ്ഞേനെ. ഇന്നലെ മാത്രമല്ല 3 ദിവസമായിട്ട് എന്റെ കുഞ്ഞ് കരയുന്നതിന് ഒരു കയ്യും കണക്കും ഇല്ലാതിരിക്കുക കേട്ടോ.
കരഞ്ഞിറഞ്ഞ തന്നെ എനിക്കങ്ങ് ഓരോ വട്ടം കുത്തുമ്പോഴും എനിക്കങ്ങ് വിഷമവും ദേഷ്യവും. അത് ഈ ആന്റിബയോട്ടിക് ചെല്ലുന്നോണ്ടാ ക്ഷീണമുണ്ടടി എന്റെ. പിന്നെ ഞാൻ കുളിച്ച് ഞാൻ ഒന്ന് കുളിച്ച്. ഓ കുളിച്ചപ്പോഴേ പാതി. നല്ല ചൂടുള്ളതുകൊണ്ട് മുതലേ നല്ല കുളിച്ചപ്പോൾ തന്നെ ഒരു ജീവൻ വേണം കേട്ടോ. ഹലോ ഗായ്സ്, ഇപ്പം വന്ന് ടെമ്പറേച്ചർ നോക്കി. അപ്പം ടെമ്പറേച്ചർ വെച്ച് കൂടുതലാണ്, ഹയ്യ. പനി അങ്ങോട്ട് കുറയുന്നില്ല. പനി അങ്ങോട്ട് കുറയുന്നില്ല ഗൈസ്. എന്നാ നമ്മള് കുഞ്ഞുങ്ങൾക്ക് പാരസെറ്റമോൾ 4 മണിക്കൂർ ഇടവിട്ടാ കൊടുക്കുന്നേ. പക്ഷെ ഇപ്പൊ നമ്മള് നൈറ്റ് കൊടുത്തിട്ട് ഇപ്പഴാണ് കൊടുക്കുന്നേ. മറ്റേ കൾച്ചറിന്റെ റിസൾട്ട് കിട്ടിയാലേ അവർ ട്രീറ്റ്മെന്റ് കറക്റ്റ് സ്റ്റാർട്ട് ചെയ്യും. 24 മണിക്കൂർ കഴിഞ്ഞാലേ പ്രിലിമിനറി വരത്തുള്ളൂ. അതില് ഗ്രോത്ത് ഒന്നും ഇല്ലെന്നുണ്ടെങ്കിൽ പിന്നെ പേടിക്കണ്ട, നോർമലി തന്നെ കണ്ടിന്യൂ ചെയ്ത് പെട്ടെന്ന് മാറും. പക്ഷെ അതില് ഗ്രോത്ത് ഒക്കെ ഉണ്ടെങ്കിൽ പിന്നെ കൾച്ചർ റിസൾട്ട് വന്നിട്ട് അവർ ട്രീറ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്യും. ഈ ക്യാനൽ എന്താണ് സംഭവം? അത് മനസ്സിലായി, പ്ലാസ്റ്റിക് ആണല്ലേ. കയ്യില് ചെറിയൊരു കുഞ്ഞ് ടാറ്റു ഒക്കെ കൊണ്ടൊരു ടെഡിയുടെ ഉണ്ടോ. അവ ഇങ്ങനെയാ നമുക്ക് അതാണ് നമ്മള്. അല്ലെങ്കിൽ നമ്മള് ഇവൻ പനിയെടുത്ത് ഇങ്ങനെ കരയുകയും ചെയ്യും. 1 മണിക്കൂർ കഴിയുമ്പോൾ പഴയ പോലെ ആവുകയും ചെയ്യും. അത് കഴിയുമ്പോൾ വീണ്ടും അവൻ ഇങ്ങനെ കരയുകയും ചെയ്യും. അതാണ് ചൂട് ഇച്ചിരി കുറഞ്ഞ്. പക്ഷെ അതിന്റെ ഒരു വിടുമ്പം പിന്നെ ഇതാവും. അച്ഛനെടുത്ത് വാടാ, അച്ഛനെടുത്ത് വാ വാ വാ. ഞങ്ങളുടെ സ്റ്റിക്കറിനകത്ത് അറിയാറായില്ല. അച്ഛനെടുത്ത് വരുന്നു. നാളെ അമ്പൂട്ടനൊരു സർപ്രൈസ് ഉണ്ട് അല്ലേ ഏട്ടാ? നാളെ അമ്പൂട്ടനൊരു സർപ്രൈസ് ഉണ്ട്. നാളെ ഒരു സർപ്രൈസ് ഉണ്ട്. എനിക്കിത് കുത്തിരിക്കുന്നോണ്ട് എടുക്കാൻ പേടിയാ. അത് കുഴപ്പമില്ല, സൂചിയല്ല. അതുമല്ല, അവരിവിടെ ഒരു സപ്പോർട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ക്യാനില് കുഞ്ഞുങ്ങളല്ലേ കൈ തന്നെ എപ്പോഴും കുത്തണ്ടല്ലോ. ടാറ്റാ, നമ്മള് പിന്നെ വിടാൻ വേണ്ടി. കപ്പയുണ്ട് ഗൈസ്, ചോറുണ്ട്, സാമ്പാർ, അവിയല് ആൻഡ് തോരൻ. ഇത് ഏഷ്യൻ ഫുഡാണ്. പക്ഷെ ഉണ്ടല്ലോ ഇതിനോട് തൈരും ഉണ്ട് കേട്ടോ. അല്ല വേണ്ട വേണ്ട വേണ്ട. നമ്മളെ പനി പുതിയ യൂണിഫോം. ഇത് നമുക്ക് സ്കാനിങ്ങിന് പോയായിരുന്നു. ബൂട്ടൻ ഡാൻസ് കളിക്കുന്നത് ഗൈസ്, ഭയങ്കര ഡാൻസ്. ഞാൻ വണ്ടിയുടെ അടുത്തോട്ട് പോവാ ഗൈസ്. ഇന്നത്തെ ദിവസം പുറത്തിറങ്ങിയിട്ടില്ല. പുറത്തിറങ്ങണമെന്നൊരാഗ്രഹം. ഇറങ്ങിയില്ലേ, ഇതിന്ന് ഇറങ്ങിയില്ലേ ഇയാള്? ഐശ്വരി മരുന്ന് കൊടുത്ത് കറിയില്ല.
ഇങ്ങനെ കഷത്ത് വെച്ചേക്കുവായിരുന്നേ. പക്ഷെ ആ ടൈമിലാകുമ്പോ എടുത്തു കൊടുത്തേ. അതിനൊരു ടൈം ഉണ്ട് വെക്കണ്ടേ. ആ അലാറം അടിക്കുന്നതിന്റെ തൊട്ട് മുന്നേ അവങ്ങനെ അത്രയും നേരം വെച്ചോണ്ടിരുന്നിട്ട് അലാറം അടിക്കുന്ന ടൈം ആയപ്പോ എന്താ കരഞ്ഞില്ല. ഇപ്രാവശ്യം കരഞ്ഞില്ല. മുഖത്ത് ക്ഷീണമുണ്ട്. എടോ എടുക്കാൻ വേണ്ടി കൈ നോക്ക്. വാ പിടി. ഇപ്പോൾ അമ്പൂട്ടന് നൈറ്റുള്ള ആൻറ്റിബയോട്ടിക് കൊടുത്ത കേട്ടോ. ടി വി ഒക്കെ ഓഫാക്കി അമ്പൂട്ടൻ നേരത്തെ ഉറങ്ങി. അമ്മ ബിഗ് ബോസ് ആണ്. നമുക്ക് ഇവിടെ ഞെക്കിയാൽ മതി കേട്ടോ. നമുക്ക് ഇപ്പോൾ നേഴ്സിനെ വിളിക്കണമെങ്കിലും ഇപ്പോൾ എന്തെങ്കിലും ഹൗസ് കീപ്പിങ് ഫുഡ് എല്ലാം നമുക്കിവിടെ ഞെക്കിക്കഴിഞ്ഞാൽ അവർ വരും.